തീം പാർക്ക് ക്യാപിറ്റൽ ഓഫ് ദി വേൾഡ്. ചുരുങ്ങിയ വാക്കുകളിൽ ഒർലാൻഡോ നഗരത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ഡിസ്നി വേൾഡും യൂണിവേഴ്സൽ റിസോർട്ട്സും സീ വേൾഡും അടക്കം നിരവധി തീം പാർക്കുകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. 1970 വരെ അത്ര പ്രസിദ്ധമല്ലാതിരുന്ന ഒർലാൻഡോ നഗരം ഡിസ്നി പാർക്ക് വന്നതോടെ ആഗോളതലത്തിൽ ശ്രദ്ധാകേന്ദ്രമായി. ടൂറിസ്റ്റുകളുടെ ഒഴുക്കും വർദ്ധിച്ചു. പിന്നീട് കൂടുതൽ പാർക്കുകൾ ഇവിടെ പ്രവർത്തനം തുടങ്ങുകയും ഒർലാൻഡോ നഗരം തീം പാർക്കുകളുടെ കേന്ദ്രമാവുകയുമാണുണ്ടായത്. തീം പാർക്ക് മേഖലയുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ഒർലാൻഡോയിലെ പാർക്കുകളിൽ നടക്കുന്നുണ്ട്. പുതിയ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഓരോ തവണ സന്ദർശിക്കുമ്പോഴും ഈ പാർക്കുകൾ പുതിയ അനുഭവങ്ങളാകും സന്ദർശകർക്ക് സമ്മാനിക്കുക. ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ പ്രസിദ്ധവും തിരക്കേറിയതുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഒർലാൻഡോ. തീം പാർക്കുകൾക്ക് പുറമെ ചരിത്രപരമായ കാരണങ്ങളാലും ഭൂപ്രകൃതിയുടെ സൗന്ദര്യം കൊണ്ടും കൂടി ഒർലാൻഡോ സവിശേഷമാകുന്നു. ഫ്ലോറിഡ സംസ്ഥാനത്തെ ഒർലാൻഡോ നഗരത്തിന്റെ കാഴ്ചകളിലേക്കാണ് സിറ്റി ടൂറിലൂടെ ഇന്ന് നാം കടന്നു ചെല്ലുന്നത്. ഈ സിറ്റി ടൂറിൽ നാം എത്തുന്നത് ഒർലാൻഡോ നഗരത്തിലെ പ്രധാനപ്പെട്ട 8 ഡെസ്റ്റിനേഷനുകളിലേക്കാണ്. ആദ്യം വാൾട്ട് ഡിസ്നി വേൾഡ്, തുടർന്ന് ഹോട്ട് എയർ ബലൂൺ ഫീൽഡ്, പിന്നെ സീ വേൾഡ് ഒർലാൻഡോ, അടുത്തത് മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം, അവിടെ നിന്നും ടൈറ്റാനിക് ആർട്ടിഫാക്ട് മ്യൂസിയം, പിന്നെ യൂണിവേഴ്സൽ ഒർലാൻഡോ റിസോർട്ട്സ്, തുടർന്ന് ഒർലാൻഡോ ഡൗൺ ടൗൺ, അവസാനമായി കെന്നഡി സ്പേസ് സെന്റർ. ഒർലാൻഡോയിൽ സന്ദർശനം തുടങ്ങേണ്ടത് വാൾട്ട് ഡിസ്നി വേൾഡിൽ നിന്ന് തന്നെയാണ്. നഗരത്തിന്റെ തലവര മാറ്റിയ വിനോദ കേന്ദ്രം. 1971 ഇത് പ്രവർത്തനം ആരംഭിച്ചത്. പാർക്കിനായി സ്ഥലം തേടിയപ്പോൾ മയാമിക്കായിരുന്നു പ്രഥമ പരിഗണന. എന്നാൽ കൊടുങ്കാറ്റുകളുടെ സാധ്യത കണക്കിലെടുത്ത് തീരത്ത് നിന്നും അല്പം ഉള്ളിലുള്ള ഒർലാൻഡോ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. നഗരത്തിലെത്തുന്ന ടൂറിസ്റ്റുകൾ കൂടുതൽ സമയം ചെലവിടുന്നത് പാർക്കുകളിലാണ്. 1-2 ആഴ്ച എടുത്താൽ പോലും കണ്ടു തീരാത്തത്ര കാഴ്ചകൾ ഈ പാർക്കുകളിൽ ഉണ്ട് താനും. 4 പ്രധാന തീം പാർക്കുകൾ വാൾട്ട് ഡിസ്നി വേൾഡ് റിസോർട്ടിൽ ഉൾപ്പെടുന്നു. മാജിക് കിങ്ഡം, ഹോളിവുഡ് സ്റ്റുഡിയോസ്, എപ്കോട്ട്, അനിമൽ കിങ്ഡം എന്നിവയാണവ. പിന്നെയുള്ളത് 2 വാട്ടർ തീം പാർക്കുകളാണ്. ടൈഫൂൺ ലഗൂൺ, ബ്ലിസാർഡ് ബീച്ച് എന്നിവയാണ് അത്. നിരവധി ലഗൂണുകളും വാൾട്ട് ഡിസ്നി വേൾഡ് ക്യാമ്പസിലുണ്ട്. ലഗൂണുകളിലൂടെ ബോട്ടിൽ സഞ്ചരിക്കാനാകും. രാവിലെ 9 മുതൽ രാത്രി 10 വരെയാണ് ബോട്ടുകളുടെ പ്രവർത്തന സമയം. ഈ ലഗൂണുകൾ വന്യജീവി സങ്കേതങ്ങൾ കൂടിയാണ്. നിരവധി റിസോർട്ടുകളും വാൾട്ട് ഡിസ്നി വേൾഡിൽ പ്രവർത്തിച്ചു വരുന്നു. 15,000-ഓളം ഹോട്ടൽ മുറികൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക്. വാൾട്ട് ഡിസ്നി വേൾഡിലെ ഏറ്റവും പ്രസിദ്ധമായ തീം പാർക്ക് മാജിക് കിങ്ഡം ആണ്.
ഡിസ്നിയുടെ കാർട്ടൂൺ കഥാപാത്രങ്ങളെ ആസ്പദമാക്കിയാണ് മാജിക് കിങ്ഡം ഒരുക്കിയിട്ടുള്ളത്. ഇതിന്റെ കേന്ദ്രം സിൻഡ്രല്ല കാസിലും. മെയിൻ സ്ട്രീറ്റ് USA എന്ന പാതയിലൂടെ കാസിലിന് സമീപത്തേക്ക് എത്താനാകും. 19-ാം നൂറ്റാണ്ടിലെ രൂപഭാവങ്ങളോടെയാണ് മെയിൻ സ്ട്രീറ്റ് USAയുടെ ഡിസൈൻ. ഒരു ഷോപ്പിംഗ് കേന്ദ്രമായി ഇവിടെ ബാർബർ ഷോപ്പ് ഉൾപ്പെടെയുള്ള കച്ചവട സ്ഥാപനങ്ങളും പ്രവർത്തിച്ചു വരുന്നു. മാജിക് കിങ്ഡത്തിലെ പ്രധാന കാഴ്ചകളിലൊന്ന് 1 മണിക്കൂർ ഇടവിട്ടുള്ള പരേഡാണ്. ഫ്ലോട്ടുകളും പലതരം കലാപ്രകടനങ്ങളുമായി ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചാണ് പരേഡ് കടന്നു പോവുക. ആവേശമുണർത്തുന്ന സംഗീതത്തിനൊപ്പം ചടുലമായ ചുവടുകളോടെ നർത്തകരുമുണ്ടാവും. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ പ്രച്ഛന്നവേഷം ധരിച്ചവർ ഫ്ലോട്ടുകളിൽ നിന്നുകൊണ്ട് കാണികളെ രസിപ്പിക്കും. കൂടെ അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നവരുമുണ്ടാകും. വെറും പ്രകടനങ്ങൾക്കപ്പുറം കാഴ്ചക്കാരെ കൂടി ഈ കലാകാരന്മാർ പരേഡിന്റെ ഭാഗമാക്കുന്നുണ്ട്. മാജിക് കിങ്ഡത്തിലെ തിയേറ്ററുകളിൽ കാർട്ടൂൺ, സിനിമ എന്നിവയെ ആസ്പദമാക്കി നിരവധി ഷോകളാണ് അരങ്ങേറുന്നത്. ചില ഷോകളിൽ ചരിത്രവും പ്രമേയമാകുന്നു. എപ്കോട്ട് സെന്ററാണ് വാൾട്ട് ഡിസ്നി വേൾഡിലെ മറ്റൊരു തീം പാർക്ക്. ഡിജിറ്റൽ സാങ്കേതിക വിദ്യ സമർത്ഥമായി ഉപയോഗിച്ചിട്ടുള്ള പ്രദർശനങ്ങളാണ് ഇവിടുത്തേത്. ഭൂമിയുടെ ചരിത്രവും മനുഷ്യരാശിയുടെ വികാസ പരിണാമങ്ങളും ബഹിരാകാശവും സമുദ്രവുമെല്ലാം ഇവിടെ വിഷയങ്ങളാകുന്നു. അറിവും വിനോദവും സമന്വയിപ്പിച്ചുകൊണ്ടാണ് എപ്കോട്ടിന്റെ രൂപീകരണം. പ്രത്യേകം സജ്ജീകരിച്ച റൈഡുകളിലൂടെ ഓരോ വിഭാഗവും നമുക്ക് കാണാം. പല രാജ്യങ്ങളുടെ തീമിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള ഭാഗങ്ങളും എപ്കോട്ടിലുണ്ട്. കൂടാതെ ചില അഡ്വഞ്ചർ റൈഡുകളും. ഡിസ്നിയുടെ കാർട്ടൂണുകളും കഥാപാത്രങ്ങളും ഇവിടെയും പല രൂപത്തിൽ വന്നുപോകുന്നു. ഹോളിവുഡ് പ്രദേശത്തെയും സിനിമകളെയും പശ്ചാത്തലമാക്കി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഹോളിവുഡ് സ്റ്റുഡിയോസ് തീം പാർക്ക്. പ്രദർശനങ്ങളും പലതരം റൈഡുകളും ഇവിടെയുമുണ്ട്. ഇനിയുള്ളത് പ്രകൃതിയെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആനിമൽ കിങ്ഡം തീം പാർക്കാണ്. സ്വാഭാവിക ആവാസ വ്യവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ മൃഗങ്ങളെ പ്രദർശിപ്പിച്ചിരിക്കുന്നു. ആഫ്രിക്ക, ഏഷ്യ എന്നീ ഭൂഖണ്ഡങ്ങൾക്കായി പ്രത്യേകം വിഭാഗങ്ങളുണ്ട്. കാളി റിവർ റാഫ്റ്റിംഗ്, എക്സ്പെഡിഷൻ എവറസ്റ്റ് റോളർ കോസ്റ്റർ എന്നീ രസകരമായ റൈഡുകളാണ് ഏഷ്യൻ വിഭാഗത്തിലെ പ്രധാന ആകർഷണങ്ങൾ. ആഫ്രിക്കൻ വിഭാഗത്തിൽ ഫോറസ്റ്റ് സഫാരിയും. ഒർലാൻഡോയിൽ ആസ്വദിക്കേണ്ട മറ്റൊരു ആക്ടിവിറ്റിയാണ് ഹോട്ട് എയർ ബലൂൺ റൈഡ്. ബലൂൺ യാത്രകൾ സംഘടിപ്പിക്കുന്നത് രാവിലെയാണ്. ഇതിനായി അതിരാവിലെ റൈഡ് ആരംഭിക്കുന്നിടത്ത് എത്തേണ്ടതുണ്ട്. ചൂടുവായു നിറച്ച് ബലൂൺ വീർപ്പിക്കുന്നതടക്കമുള്ള പ്രവൃത്തികൾ ഇവിടെ കാണാം. ഈ ആക്ടിവിറ്റികളുടെ ഭാഗമാവുകയും ചെയ്യാം. 6-7 പേർക്കാണ് ഒരു ബലൂണിന്റെ ബാസ്ക്കറ്റിൽ കയറാനാവുക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ബലൂൺ അന്തരീക്ഷത്തിലേക്ക് ഉയർത്തും. ചക്രവാളത്തിൽ സൂര്യൻ ഉയർന്നു വരുന്ന മനോഹര ദൃശ്യം ബലൂണിൽ നിന്ന് തന്നെ ആസ്വദിക്കാനാകും. 1 മണിക്കൂറോളം നീളുന്നതാണ് യാത്ര. 15 കിലോമീറ്റർ വരെ അകലെയുള്ള കാഴ്ചകൾ ഇതിൽ നിൽക്കുമ്പോൾ കാണാം.
താഴെയുള്ള ഗ്രാമങ്ങൾ, വയലുകൾ, ഹൈവേകൾ, കെട്ടിടങ്ങൾ എന്നിവയൊക്കെ കണ്ടുകൊണ്ട് അന്തരീക്ഷത്തിലൂടെ സാവധാനം നീങ്ങുന്നത് രസകരമായ അനുഭവം തന്നെയായിരിക്കും. കാറ്റിന്റെ വേഗത മണിക്കൂറിൽ 30 കിലോമീറ്ററിൽ കൂടുതലായാൽ ബലൂൺ റൈഡ് നടത്താനാവില്ല. അതിനാൽ കാലാവസ്ഥ പരിഗണിച്ചായിരിക്കും യാത്രയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ഇനി നമുക്ക് ഒർലാൻഡോയിലെ അടുത്ത തീം പാർക്കിലേക്ക് പോകാം. സീ വേൾഡ് ഒർലാൻഡോ. ജലജീവികൾക്കും ജല ആവാസ വ്യവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി ഒരുക്കിയിട്ടുള്ള തീം പാർക്ക്. ശുദ്ധജലത്തിലും സമുദ്രത്തിലും കാണപ്പെടുന്ന വിവിധയിനം ജീവികളും രസകരമായ റൈഡുകളും ആനിമൽ ഷോകളുമൊക്കെയാണ് സീ വേൾഡ് ഒർലാൻഡോയുടെ സവിശേഷതകൾ. ആധുനികമായ സാങ്കേതിക വിദ്യകളും ആശയങ്ങളുമാണ് പാർക്കിന്റെ രൂപകൽപ്പനയിലും നിർമ്മാണത്തിലും ഉപയോഗിച്ചിട്ടുള്ളത്. ഒരേ സമയം അറിവും ആനന്ദവും ആഘോഷവും ഈ പാർക്കിൽ സന്ദർശകർക്ക് ലഭിക്കുന്നു. വലിയ ടാങ്കുകളിലാണ് ജലജീവികളെ പാർപ്പിച്ചിട്ടുള്ളത്. ഇത് കാഴ്ചയിൽ സ്വാഭാവിക പരിസ്ഥിതിയുടെ പ്രതീതി സൃഷ്ടിക്കുന്നുണ്ട്. ആയിരക്കണക്കിന് ജീവികളുണ്ടാകും ഓരോ ടാങ്കിലും. ചില ടാങ്കുകളിൽ അണ്ടർ വാട്ടർ ടണലുകളും സ്ഥാപിച്ചിട്ടുണ്ട്. ഭീമൻ സ്രാവുകളും തിരണ്ടികളുമൊക്കെ തൊട്ടുമുകളിലൂടെ കടന്നു പോകുന്നത് അത്ഭുത കാഴ്ച തന്നെയാണ്. ഡോൾഫിൻ, സീ ലയൺ, ഓർക്ക തുടങ്ങിയ ജീവികളെ ഉൾപ്പെടുത്തിയാണ് ആനിമൽ ഷോകൾ നടത്തുന്നത്. സന്ദർശകരെ ഏറ്റവും അധികം രസിപ്പിക്കുന്നതും ഈ പ്രദർശനങ്ങൾ തന്നെ. റോളർ കോസ്റ്ററുകളാണ് പാർക്കിലെ മുഖ്യ സാഹസിക വിനോദം. താരതമ്യേന നീളമേറിയ ട്രാക്കുകളിൽ ഇവ ഒരുക്കിയിരിക്കുന്നു. തിരിവുകളും വളവുകളുമെല്ലാമായി ത്രസിപ്പിക്കുന്ന അനുഭവമാണ് റോളർ കോസ്റ്ററുകൾ സമ്മാനിക്കുന്നത്. ഇരിക്കുന്നതിന് പകരം നിന്ന് ആസ്വദിക്കാനാകുന്ന സർഫ് കോസ്റ്റർ സീ വേൾഡ് ഒർലാൻഡോയിലെ ഒരു വേറിട്ട ആക്ടിവിറ്റിയാണ്. ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിന്റെ പശ്ചാത്തലത്തിലാണ് പാർക്കിലെ റിവർ റാഫ്റ്റിംഗ് തയ്യാറാക്കിയിരിക്കുന്നത്. കുത്തിയൊഴുകുന്ന കനാലിലൂടെ വൃത്താകൃതിയിലുള്ള ബോട്ടിൽ രസകരമായി സഞ്ചരിക്കാം. അലാസ്ക, റൊമേനിയ, ഓസ്ട്രിയ, സ്ലോവാക്യ, ഫുക്കറ്റ് 5 രാജ്യങ്ങളിൽ നിന്നുള്ള അപൂർവ സുന്ദരമായ അനേകം കാഴ്ചകൾ. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 9995 444 222 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഒരു സ്കൾപ്ചർ ഗ്യാലറിയാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയം. ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളുടെ മായിക ലോകം. മേരി തുസാഡ്സ് എന്ന ഫ്രഞ്ച് കലാകാരിയാണ് ഇത്തരം മെഴുകു പ്രതിമാ നിർമ്മാണ രീതി വികസിപ്പിച്ച് പ്രചാരം നൽകിയത്. ഇന്ന് ലോകത്തിലെ പല പ്രമുഖ നഗരങ്ങളിലും മ്യൂസിയത്തിന്റെ ശാഖകളുണ്ട്. ലോകം ആരാധിക്കുന്ന കലാകായിക താരങ്ങളുടെയും അമേരിക്കൻ രാഷ്ട്രീയ ചരിത്രത്തിലെ പ്രമുഖരുടെയും മെഴുകു പ്രതിമകൾ ഒർലാൻഡോയിലെ മ്യൂസിയത്തിൽ കാണാം. അത്ഭുതപ്പെടുത്തുന്ന പെർഫെക്ഷനോടെയാണ് ഇവയുടെ നിർമ്മാണം. ഓരോ മുടിനാരിലും വരെയുണ്ട് കൃത്യത. പ്രതിമകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുന്നതാണ്
മാഡം തുസാഡ്സ് വാക്സ് മ്യൂസിയത്തിലെത്തുന്ന സന്ദർശകരുടെ പ്രധാന വിനോദം. ഫോട്ടോയിൽ നോക്കിയാൽ യഥാർത്ഥ വ്യക്തിയുടെ ഒപ്പം നിന്നെടുത്ത ചിത്രമാണെന്നേ തോന്നും. ജോർജ് വാഷിംഗ്ടൺ, എബ്രഹാം ലിങ്കൺ തുടങ്ങിയ പ്രമുഖരുടെ പ്രതിമകൾ ഒർലാൻഡോ മ്യൂസിയത്തിന്റെ സവിശേഷതകളാണ്. പ്രതിമകൾ പോലെ തന്നെ മനോഹരമാണ് മ്യൂസിയത്തിന്റെ ആകെയുള്ള സജ്ജീകരണവും ക്രമീകരണവും. ഒരു സുവനീർ ഷോപ്പും മ്യൂസിയത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി കാണേണ്ടത് ടൈറ്റാനിക് ആർട്ടിഫാക്റ്റ് മ്യൂസിയമാണ്. ടൈറ്റാനിക് കപ്പലിന്റെ ഓർമ്മകൾ സംരക്ഷിച്ചുകൊണ്ട് ഒരുക്കിയിട്ടുള്ള പ്രദർശന കേന്ദ്രം. കപ്പലിന്റെ അവശേഷിപ്പുകളിൽ നിന്നും കണ്ടെടുത്ത 300ഓളം വസ്തുക്കൾ ഇവിടെ കാണാനാകും. പ്രദർശനം എന്നതിനപ്പുറം വിശദമായ ചരിത്രവും കൂടി അവതരിപ്പിച്ചുകൊണ്ടാണ് മ്യൂസിയത്തിന്റെ ക്രമീകരണം. ഓരോ വസ്തുവിനെ പറ്റിയും ലഘുവിവരണവും നൽകുന്നുണ്ട്. ഇത് അക്കാലത്തെ കപ്പൽ നിർമ്മാണ സാങ്കേതിക വിദ്യകളെക്കുറിച്ചുള്ള അറിവും നമുക്ക് പകർന്നു നൽകുന്നു. കപ്പൽ നിർമ്മാണത്തിന്റെ ഭാഗമായിരുന്ന പ്രമുഖ വ്യക്തികളുടെ എല്ലാം ചിത്രങ്ങൾ ഇവിടെ കാണാം. കപ്പൽ ഡിസൈൻ ചെയ്ത ഡയഗ്രങ്ങളും. ടൈറ്റാനിക്കിന്റെ ചില പ്രധാന ഭാഗങ്ങൾ യഥാർത്ഥ രൂപത്തിൽ മ്യൂസിയത്തിൽ പുനഃസൃഷ്ടിച്ചിട്ടുണ്ട്. മനോഹരമായ സ്റ്റെയർകേസ് ആണ് ഇതിലേറ്റവും ആകർഷകം. കടലിന്റെ അടിത്തട്ടിൽ നിന്നും വീണ്ടെടുത്ത കപ്പലിന്റെ തകർന്ന ഭാഗങ്ങളും പലയിടങ്ങളിലായി കാണാം. ടൈറ്റാനിക് ആർട്ടിഫാക്റ്റ് മ്യൂസിയത്തിൽ ഗൈഡഡ് ടൂറുകളിൽ ലഭ്യമാണ്. ഒർലാൻഡോയിൽ യൂണിവേഴ്സൽ കമ്പനി സ്ഥാപിച്ച തീം പാർക്കിലേക്കാണ് നമുക്ക് ഇനി പോകേണ്ടത്. യൂണിവേഴ്സൽ ഒർലാൻഡോ റിസോർട്ട്സ്. ലോകമെങ്ങും ആരാധകരുള്ള ഹോളിവുഡ് സിനിമകളെ അടിസ്ഥാനമാക്കി ഒരുക്കിയിട്ടുള്ള വിനോദ കേന്ദ്രം. ചലച്ചിത്രങ്ങളിൽ സൃഷ്ടിച്ചിട്ടുള്ള സാങ്കല്പിക ലോകങ്ങൾ ഇവിടെ യഥാർത്ഥ രൂപത്തിലും ഡിജിറ്റലായും ആസ്വദിക്കാനാകും. ഹാരി പോട്ടർ, ജുറാസിക് പാർക്ക്, ട്രാൻസ്ഫോർമേഴ്സ് എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. മികച്ച പെർഫെക്ഷനോടെ തയ്യാറാക്കിയിട്ടുള്ള സെറ്റുകളിൽ പലതരം ആക്ടിവിറ്റികളും സജ്ജമാണ്. ഒരു സിനിമയ്ക്കുള്ളിൽ എത്തിയ പ്രതീതിയാകും ആക്ടിവിറ്റികളിൽ ഏർപ്പെടുമ്പോൾ നമുക്കുണ്ടാവുക. നിർമ്മാണങ്ങളിലെയും മറ്റും കൃത്യത കാഴ്ചയിൽ അത്ഭുതപ്പെടുത്തും. കലാസംഘങ്ങളുടെ പബ്ലിക് പെർഫോമൻസുകളാണ് ഇവിടെ മറ്റൊരു കാഴ്ച. സംഗീത പ്രകടനങ്ങളും സംഗീതത്തിന്റെ അകമ്പടിയോടെയുള്ള നൃത്തവും ഇതിൽ ഉൾപ്പെടും. സിനിമകളിലെ കഥാപാത്രങ്ങൾ അണിനിരക്കുന്ന പരേഡുകളാണ് രസകരമായ മറ്റൊരനുഭവം. ഒരു ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് പരേഡുകളുടെ കടന്നുവരവ്. ലോകമെങ്ങും ആരാധകരുള്ള സിനിമകളെ അടിസ്ഥാനമാക്കി നിരവധി റൈഡുകൾ പാർക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടാതെ ത്രസിപ്പിക്കുന്ന റോളർ കോസ്റ്ററുകളും. സിനിമാ നിർമ്മാണവും സാങ്കേതിക വിദ്യകളും പരിചയപ്പെടുത്തുന്ന സെക്ഷനുകൾ യൂണിവേഴ്സൽ ഒർലാൻഡോയുടെ സവിശേഷതയാണ്. വിഷ്വൽ എഫക്ട്സ് ടെക്നോളജികളാണ് ഇതിൽ പ്രധാന ആകർഷണം. സായാഹ്നങ്ങളിൽ ലൈറ്റിന്റെയും സൗണ്ടിന്റെയും പിന്തുണയോടെയുള്ള മ്യൂസിക്കൽ ഫൗണ്ടൻ ഷോകളുണ്ട്. സിനിമകളാണ് ഇവിടെയും വിഷയം.
യൂണിവേഴ്സൽ കമ്പനികളുടെ അനിമേഷൻ ക്യാരക്ടറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിഭാഗങ്ങൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്കിണങ്ങുന്ന രസകരമായ ആക്ടിവിറ്റികളും ഇവിടെയുണ്ട്. ഇനി നമുക്ക് ഡൗൺ ടൗൺ കാഴ്ചകളിലേക്ക് പോകാം. വമ്പൻ കെട്ടിടങ്ങൾ, മനോഹരമായ റോഡുകൾ, ചെറിയ ഉദ്യാനങ്ങൾ, അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ ഔട്ട്ലെറ്റുകൾ എന്നിവയെല്ലാം ഡൗൺ ടൗണിൽ കാണാം. പാതകളെല്ലാം വൃത്തിയോടെയും മനോഹരമായി അലങ്കരിച്ചും സൂക്ഷിച്ചിരിക്കുന്നു. ഓരോ കോണും ഉദ്യാനത്തിന് സമാനമായി ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായ കാഴ്ച തന്നെയാണ്. തിയേറ്ററുകൾ, ചരിത്ര മ്യൂസിയങ്ങൾ, ആർട്ട് ഗ്യാലറികൾ എന്നിവയെല്ലാം ഡൗൺ ടൗണിൽ പ്രവർത്തിക്കുന്നുണ്ട്. പതിവായി കലാപ്രകടനങ്ങളും ഇവിടെ അരങ്ങേറുന്നു. രുചികരമായ വിഭവങ്ങൾ വിളമ്പുന്ന റെസ്റ്റോറന്റുകളാണ് ഡൗൺ ടൗണിലെ മറ്റൊരു അട്രാക്ഷൻ. ഡൗൺ ടൗണിന്റെ ഹൃദയം എന്ന് വിശേഷിപ്പിക്കാനാകുന്ന പൊതു ഉദ്യാനമാണ് ഇവിടുത്തെ അടുത്ത കാഴ്ച. ലേക്ക് ഇയോള പാർക്ക്. ഇയോള തടാകത്തിന് ചുറ്റുമാണ് ഉദ്യാനം ഒരുക്കിയിട്ടുള്ളത്. ജലപ്പരപ്പിൽ നീന്തി തുടിക്കുന്ന വിവിധയിനം അരയന്നങ്ങൾ തടാകത്തിലെ പ്രധാന കാഴ്ചയാകുന്നു. തടാകത്തിന് മധ്യത്തിലായുള്ള വാട്ടർ ഫൗണ്ടനാണ് നഗരത്തിന്റെ ഔദ്യോഗിക ചിഹ്നം. ബോട്ട് റൈഡാണ് ലേക്ക് ഇയോളയിലെ പ്രധാന ആക്ടിവിറ്റി. മറ്റൊരു വിനോദം പാർക്കിലെ വാക്കിംഗ് ട്രെയിലുകളിലൂടെ കാഴ്ചകൾ കണ്ട് നടക്കുന്നതും. തടാകത്തിന്റെയും കെട്ടിടങ്ങളുടെയും ഉയർന്നു നിൽക്കുന്ന ഡൗൺ ടൗണിന്റെയും ദൃശ്യങ്ങൾ ഇവിടെ നിന്നും ആസ്വദിക്കാം. ഒർലാൻഡോയിലെ ഏറ്റവും വ്യത്യസ്തമായ അനുഭവം ഏതെന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് അടുത്ത ഡെസ്റ്റിനേഷൻ. കെന്നഡി സ്പേസ് സെന്റർ. നാസയുടെ ഭാഗമായ റോക്കറ്റ് ലോഞ്ച് സ്റ്റേഷൻ. ബഹിരാകാശ യാത്രയുമായി ബന്ധപ്പെട്ട നിരവധി കാഴ്ചകളും ആക്ടിവിറ്റികളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിക്ഷേപണം നടക്കുന്ന ദിവസങ്ങളിൽ നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ കെന്നഡി സ്പേസ് സെന്റർ പൂർണ്ണമായി കാണാനാവില്ല. അതിനാൽ യാത്രയ്ക്ക് മുമ്പ് ഈ കാര്യം പരിശോധിച്ച് ഉറപ്പുവരുത്തണം. വിക്ഷേപണം നടക്കാത്ത ദിവസങ്ങളിൽ ലോഞ്ച് പാഡുകളുടെ സമീപം വരെ ബസ്സിൽ സഞ്ചരിക്കാനാകും. റോക്കറ്റിന്റെ ഭാഗങ്ങൾ കൂട്ടിയിണക്കി ലോഞ്ചിങ്ങിന് തയ്യാറാക്കുന്ന അസംബ്ലി ബിൽഡിംഗും അടുത്ത് കാണാം. ബസ് ടൂറിന്റെ ഭാഗമായ മറ്റൊരു കാഴ്ചയാണ് സാറ്റേൺ 5 സെന്റർ. അപ്പോളോ മിഷനിലൂടെ മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച റോക്കറ്റ് പ്രദർശിപ്പിച്ചിട്ടുള്ള ഇടം. ഒരു റോക്കറ്റിന്റെ ബൃഹത് രൂപം അടുത്ത് കാണുകയെന്നത് ഒരു അപൂർവ അനുഭവം തന്നെയായിരിക്കും. അപ്പോളോ മിഷനുകളുമായി ബന്ധപ്പെട്ട മറ്റ് പ്രദർശനങ്ങളും ഇവിടെയുണ്ട്. ചന്ദ്രനിൽ നിന്നും കൊണ്ടുവന്ന ചെറിയ ശിലാഖണ്ഡം തൊടാനാകുമെന്നതാണ് സാറ്റേൺ 5 സെന്ററിന്റെ മറ്റൊരു സവിശേഷത. സ്പേസ് ഷട്ടിലായ അറ്റ്ലാന്റിസും കെന്നഡി സ്പേസ് സെന്ററിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഷട്ടിലുകളുടെ നിർമ്മാണം, പ്രവർത്തനം, ഘടന എന്നിവയും അടുത്തറിയാം. ഷട്ടിൽ ലോഞ്ച് എക്സ്പീരിയൻസ് എന്ന ലൈവ് ഷോയാണ് കെന്നഡി സ്പേസ് സെന്ററിലെ മറ്റൊരു ആക്ടിവിറ്റി. 4D സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ഒരു ഷട്ടിൽ ബഹിരാകാശത്തെത്തുന്നതുവരെയുള്ള ഘട്ടങ്ങൾ നിങ്ങൾക്കിവിടെ അനുഭവിച്ചറിയാനാകും. കെന്നഡി സ്പേസ് സെന്ററിലെ റോക്കറ്റ് ഗാർഡൻ എന്ന വിഭാഗത്തിലുള്ളത് നാസ പല കാലത്ത് ഉപയോഗിച്ച റോക്കറ്റുകളാണ്. അതോടൊപ്പം
ബഹിരാകാശ ഗവേഷണത്തിൽ നിർണായക സംഭാവനകൾ നൽകിയ പ്രമുഖർക്ക് വേണ്ടി സ്മാരകവും ഒരുക്കിയിട്ടുണ്ട്. USA-യിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളിൽ ഒന്നായ ഒർലാൻഡോ നഗരത്തിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചത്. തീം പാർക്കുകളുടെ ലോക തലസ്ഥാനം എന്ന പദവി നഗരത്തിന് ലഭിച്ചത് എങ്ങനെയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരു സാധാരണ കാർഷിക കേന്ദ്രമായിരുന്ന ഒർലാൻഡോയുടെ മുഖം മാറ്റിയത് വാൾട്ട് ഡിസ്നി വേൾഡിന്റെ വരവാണ്. ഇന്ന് ഏതാണ്ട് 7.5 കോടി ടൂറിസ്റ്റുകളാണ് ഒരു വർഷം ഒർലാൻഡോയിൽ എത്തുന്നത്. ഇത്രയുമധികം ടൂറിസ്റ്റുകളെ ഉൾക്കൊള്ളാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഈ നഗരത്തിൽ സജ്ജവുമാണ്. തീം പാർക്കുകൾക്ക് പുറമെ ഫ്ലോറിഡയുടെ ഭൂപ്രകൃതിയും സുഖകരമായ കാലാവസ്ഥയും ഈ നഗരത്തിലെ വിനോദസഞ്ചാര രംഗത്തിന് അനുഗ്രഹമാകുന്നു.